അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ആൻഡ് റിമൈൻഡർ അഥവാ മടങ്ങും ശിഷ്ടവും അല്ലെങ്കിൽ മടങ്ങും മിച്ചവും എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിൻ്റെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നാം കഴിഞ്ഞ പാർട്ടിൽ, അതായത് 7ാമത്തെ പാർട്ടിൽ ഈ മൾട്ടിപ്പിൾ ആൻഡ് റിമൈൻഡറിന് പകരം ഞാൻ എന്താണ് എഴുതിയത്, ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ് എന്നാണ് എഴുതിയത്. അപ്പോൾ എല്ലാവരും അതൊന്ന് തിരുത്തി വായിക്കുക. ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സിന് നമുക്ക് അടുത്ത പാർട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്നൊന്ന് നോക്കാം. ദി നമ്പേഴ്സ് 12, 23, 34 അങ്ങനെ തുടർന്ന് പോകുന്നു. ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് 12 ആൻഡ് ആഡിങ് 11 അഗെയിൻ ആൻഡ് അഗെയിൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് 12, പിന്നെ 23, അടുത്തത് 34, അങ്ങനെ ഒരു ഓർഡറിലെ നമ്പേഴ്സ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ നമ്പറുകൾ നോക്കിയാൽ 12 നിന്ന് തുടങ്ങി 12 മുതൽ ആരംഭിച്ചിട്ട് ഇതിൻ്റെ കൂടെ 11 കൂട്ടി വരികയാണ് അല്ലേ. അപ്പോൾ 12ൻ്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ 23, അതിൻ്റെ കൂടെ 11 കൂട്ടിയാൽ 34, ഇനി അടുത്ത സംഖ്യ എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ 11 കൂട്ടുക അല്ലേ, അതായത് 45, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11? അതായത് ഇങ്ങനെ പോകുന്ന ഈ നമ്പറിനെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ, അതായത് ശിഷ്ടം എന്തായിരിക്കും കിട്ടുക? അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന നമ്പറുകളെ നാം 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുക അല്ലേ? എന്തായിരിക്കും കിട്ടുക? ഇപ്പോൾ നോക്കി, നമുക്ക് വേണമെങ്കിൽ 12 ഡിവൈഡ് ചെയ്തു 11 കൊണ്ട് എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം അല്ലേ. 1 × 11 11, റിമൈൻഡർ 1 അല്ലേ. ഇനി 23 ആണെങ്കിലോ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 × 11 22 അല്ലേ, റിമൈൻഡർ 1 അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞ ഏത് സംഖ്യകളെയും നാം 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 1 അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്താണ്? 1 അല്ലേ. അപ്പോൾ അതിന് ഉത്തരമായി. ഇനി എന്താണ് രണ്ടാമത്തെ ചോദ്യം? റൈറ്റ് ദി ജനറൽ ആൾജിബ്രിക് ഫോം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്. അതായത് ഈ നമ്പറുകളുടെ അല്ലേ, നമ്മൾ ഈ പ്രത്യേക ഓർഡറിലാണ്, അതായത് 12 നിന്ന് തുടങ്ങി 11 കൂട്ടി വരുന്നു. ഈ നമ്പറുകളുടെ ആൾജിബ്രിക് ഫോം, അതായത് ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും? ഇവിടെ ഈ നമ്പർ പ്രത്യേകത എന്താണ്? ഈ എല്ലാ സംഖ്യകളെയും നമ്മൾ നോക്കിയാൽ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 1 വരുന്നു അല്ലേ. 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നു അല്ലേ. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്ത്? ഇപ്പം നമുക്കറിയാം, 2 കൊണ്ട് ഹരിക്കുമ്പോൾ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്നു. നമ്മൾ അങ്ങനെ എഴുതാൻ പഠിച്ചത് 2n + 1 അല്ലേ. ഇനി 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നു. അത് നമ്മൾ പഠിച്ചല്ലോ. 3 കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് 3n + 1 അല്ലേ. ഇതിനർത്ഥം എന്താണ്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യയിൽ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലേ. ഇനി 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വന്നാൽ നമ്മൾ ഇങ്ങനെ എഴുതും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ശിഷ്ടമാക്കി വരുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എഴുതാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 11n + ശിഷ്ടം എത്ര വരുന്നു? 1 വരുന്നു അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതാം. ഇനി 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്നു. അങ്ങനെയാണെങ്കിലോ 11n + 5 എന്ന് എഴുതും. ക്ലിയർ ആയില്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 12 എങ്ങനെ എഴുതാം? 12 നമ്മൾ എഴുതണമെങ്കിൽ 11 × 1 അല്ലേ. 11 × 1 + 1 ശിഷ്ടം 1 അല്ലേ. ഇനി 23 എഴുതണമെങ്കിൽ എങ്ങനെ എഴുതും? 23 നമുക്ക് 11 × 2 അല്ലേ. 2 + 1 നമുക്ക് എങ്ങനെ എഴുതാം? 23 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇത് തമ്മിൽ ഗുണിക്കുന്നു, അതിൻ്റെ കൂടെ ഇത് കൂട്ടുന്നു അല്ലേ. അപ്പോൾ ഇത് 11 × 2 + 1 അല്ലേ. അതായത് നാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നോക്കിയേ, 11 × പിന്നെ നോക്കിയേ 1 2 ഇങ്ങനെ മാറിപ്പോകുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 1 2 എന്ന് പറയുന്നത് എന്താണ്? n അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത്? 11 × n + 1 കണ്ടില്ലേ, +1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 11n + 1. അപ്പോൾ ഇതാണ് ആൾജിബ്രിക് ഫോം. അതായത് ബീജഗണിത രൂപം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി എന്താണ് മൂന്നാമത് ചോദിച്ചിട്ടുള്ളത്? ഈസ് 100 among these numbers? വാട്ട് അബൌട്ട് 1000?
അതായത് 100 ഈ ഗ്രൂപ്പിൽ പെടുമോ എന്നാണ് ചോദ്യം. ഇപ്പം നമുക്കങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ ഇതിൽ ഒരു സംഖ്യയായിട്ട് 100 വരുമോ എന്ന് നമുക്കിത് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ 34 ഈ 12 വന്നു, 23 വന്നു, 34 വന്നു, അങ്ങനെ അടുത്ത 11 കൂട്ടി പോയി കഴിഞ്ഞാൽ 100 വരുമോ വരില്ല, ഇതാണ് ചോദ്യം. അപ്പോൾ ഈ സംഖ്യയുടെ ഓർഡർ എങ്ങനെയാണ്? 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 വരണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ 100നെ നമുക്ക് 11 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പോൾ 1 പോവില്ല, 10 പോവില്ല, പിന്നെ 100 അതെ. എത്ര പ്രാവശ്യം പോകും? 9 പ്രാവശ്യം. 9 × 11 99. ആ ബാക്കി 1. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ശിഷ്ടം നമുക്ക് എത്ര കിട്ടി? റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ 11 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ 100നെ എങ്ങനെ എഴുതാം? 100നെ നമുക്ക് നോക്കിയേ 11 × 9 അല്ലേ. 11 × 9 പ്ലസ് റിമൈൻഡർ 1. ക്ലിയർ ആയില്ലേ? അതായത് നമുക്ക് 11 ഈ 9നെ നമുക്ക് 11n പ്ലസ് 1 അല്ലേ. അപ്പം ഇതേ രൂപത്തിൽ തന്നെ കണ്ട ആൾജിബ്രിക് ഫോം സെയിം തന്നെയല്ലേ. അപ്പം ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അതായത് 100 ഇതിൽ പെട്ടതാണ്. അപ്പം യെസ്, ഉത്തരം എന്താണ്? യെസ് അല്ലേ, ഇതിൽ പെട്ടതാണ്. ഇനിയോ വാട്ട് അബൌട്ട് 1000? 1000 ഇതിൽ പെട്ടതാണോ? 1000 1000 ഇതിൽ പെട്ടതാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1000 ഇതുപോലെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ശിഷ്ടം വരുന്നുണ്ടോ എന്ന് നോക്കാം. 11. അപ്പോൾ നോക്കിയാൽ 1 പോവില്ല, 10 പോവില്ല, 100 9 പ്രാവശ്യം അല്ലേ. അപ്പോൾ 9 × 11 99. ഇനി നോക്കിയാൽ ഇവിടെ 1 അല്ലേ, 1 ഇറക്കി 1. ഇനി നമുക്ക് 0 ഇറക്കിട്ടു 0. പക്ഷേ ഇതിൽ പോവോ? 10 പോവോ? പോവില്ല അല്ലേ. അപ്പോൾ നമുക്ക് 0 ഇറക്കിയിട്ടാണ്, അതുകൊണ്ട് നമ്മളൊരു 0 ചേർത്തുകൂടെ. ഇനി നമുക്ക് ഇറക്കിടാവുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് എത്ര കിട്ടി? അതായത് റിമൈൻഡർ എത്ര കിട്ടി? 10 വന്നൂടെ റിമൈൻഡർ അല്ലേ. നമുക്ക് എത്രയാണ് വരാൻ പാടുള്ളൂ? 1 നമുക്ക് റിമൈൻഡർ കിട്ടാൻ പാടുള്ളൂ അല്ലേ. ഇവിടെ എത്ര വന്നു? 10 വന്നു അല്ലേ. അതായത് നമുക്ക് 1000 എങ്ങനെ എഴുതാം? 11 × 90 അല്ലേ. 11 × 90 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 10. ക്ലിയർ ആയില്ലേ? അതായത് നമുക്കിതിനെ 11 × n അല്ലേ, ഇത് n ആക്കി എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 11n പ്ലസ് 10. ഇവിടെ റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 10 ആണ് കിട്ടിയത് അല്ലേ, 1 അല്ല. അപ്പം ഇതേ രൂപത്തിലല്ല കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ 1000 എഴുതിപ്പെട്ടതല്ല, ഇതിൽപ്പെട്ടതല്ല. എന്തുകൊണ്ടാണ്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 10 വരുന്നത് അല്ലേ. അതുകൊണ്ട് ഈ 1000 ഇതിൽ ഈ സംഖ്യയിൽ പെടില്ല. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എന്താണ്? ദി നമ്പേഴ്സ് 21, 32, 43 അങ്ങനെ പോകുന്നു. ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് 21 ആൻഡ് ആഡിങ് 11 അഗൈൻ ആൻഡ് അഗൈൻ അല്ലേ. അപ്പോൾ നേരത്തെ തന്ന ചോദ്യം പോലെ അതേ രൂപത്തിലുള്ള ചോദ്യമാണ്. എന്താണ് ഇവിടെ? 21 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 11 കൂട്ടി പോകുന്ന നമ്പറുകൾ അല്ലേ. ഇതാണ് നമ്പറുകൾ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11? അതായത് ഈ വരുന്ന നമ്പറുകൾ, ഇതിൽ ഉൾപ്പെടുന്ന നമ്പറുകളെ നമ്മൾ ഈ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുക? അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുക എന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ 21 അല്ലെ. 21നെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2 പോവില്ല, 21 ഒരു പ്രാവശ്യം 1 × 11 11. ബാക്കി എത്ര വരും? 0 1 അല്ലേ. അപ്പോൾ നമുക്ക് 10 കിട്ടി അല്ലേ. 10 പോവില്ല, കഴിഞ്ഞു. അപ്പോൾ നോക്കിയേ 11നെ നമുക്ക് 21നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റിമൈൻഡർ 10 കിട്ടി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് 32 അല്ലെങ്കിൽ 43 എടുത്ത് നോക്കിയാൽ 43 ഡിവൈഡഡ് ബൈ 11 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം അല്ലേ. 3 × 11 33 വരാ 0 1. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്ര കിട്ടി? ഇവിടെയും 10 തന്നെ അല്ലേ. അപ്പോൾ 21 മുതൽ തുടങ്ങിയിട്ട് 11 കൂട്ടി വരുന്ന ഈ നമ്പറുകളെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുക? അതിൻ്റെ റിമൈൻഡർ അല്ലെങ്കിൽ അതിൻ്റെ ശിഷ്ടം 10 ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടി? 10. ഇനി എന്താണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദി ജനറൽ ആൾജിബ്രിക് ഫോം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്. നമ്മൾ മുമ്പ് ചെയ്തു അതേപോലെ തന്നെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ഈ വരുന്ന നമ്പറുകളുടെ ആൾജിബ്രിക് ഫോം, അതായത് ബീജഗണിത രൂപം ഒന്ന് എഴുതുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ ഇനി നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്ര വരണം? ശിഷ്ടം 10 കിട്ടണം അല്ലേ. ഇവിടെ 10 ശിഷ്ടം കിട്ടുന്നത്, റിമൈൻഡർ 10.
അപ്പോൾ 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 10 കിട്ടണം. എങ്ങനെ എഴുതാം? നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാലോ. 11 n പ്ലസ് റിമൈൻഡർ 10 അല്ലേ? റിമൈൻഡർ 10. വേറെ ഒന്നും ആലോചിക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാം. 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 7 ആണെങ്കിൽ 11n പ്ലസ് 7 അല്ലേ? അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാം. എന്തെന്ന് എഴുതാം? 11n പ്ലസ് 10. അതായത് നമ്മൾക്ക് 21 എങ്ങനെ എഴുതാൻ പറ്റുക? 21 നമുക്ക് 21 ഈക്വൽ ടു 11 ഇൻറ്റു 1 അല്ലേ? 11 ഇൻറ്റു 1 പ്ലസ് എത്രയാണ്? ശിഷ്ടം 10 അല്ലേ? അതായത് 11n പ്ലസ് 10. കണ്ടില്ലേ? ഇനി 43 ആണെങ്കിലോ? 43 നമുക്ക് എഴുതാം 11 ഇൻറ്റു എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം അല്ലേ? 3 പ്ലസ് ശിഷ്ടം 10. അതായത് 11, 3 പകരം നമുക്ക് n പ്ലസ് 10 അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈസ് 100 among these numbers, what about 1000? നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 100 ഇതിൽ ഉൾപ്പെടുമോ അല്ലേ? അപ്പോൾ ഈ ശ്രേണിയിൽ അല്ലെങ്കിൽ ഈ 21, 32, 43 അങ്ങനെ പോകുന്ന നമ്പർ അതിൽ ഏത് ഉൾപ്പെടുമോ? 100 ഉൾപ്പെടുമോ? അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? എന്ത് വേണം? ഈ നമ്പറുകളെ നാം 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ശിഷ്ടം റിമൈൻഡർ 10 കിട്ടണം അല്ലേ? അപ്പോൾ ഇതിൽ 100 ഉൾപ്പെടണമെങ്കിൽ എന്ത് വേണം? 100നെ നമുക്ക് 11 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ശിഷ്ടം റിമൈൻഡർ 10 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ? അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് 100നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് ഡിവൈഡ് ചെയ്തതാണ് അല്ലേ? എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 9 ഇൻറ്റു 11 99 അല്ലേ? അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്ര വന്നു? 1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 1 ആണ് അല്ലേ? നമുക്ക് വേണ്ടത് എത്രയാണ്? 10 ആണ്. അതായത് നമുക്കിവിടെ 100നെ എങ്ങനെ എഴുതാം? 100 ഈസ് ഈക്വൽ ടു നോക്കിയാൽ 11 ഇൻറ്റു 9 അല്ലേ? 11 ഇൻറ്റു 9 പ്ലസ് റിമൈൻഡർ 1. അതായത് 11 ഇതിനെ നമുക്ക് n അല്ലേ? 11n പ്ലസ് 1. അപ്പോൾ 100ന് നമുക്ക് 11n പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇതാണ് 100ൻ്റെ ആൾജിബ്രിക് ഫോം അല്ലേ? ഇവിടെ എത്രയാണ്? 11n പ്ലസ് 10 വേണം നമുക്ക്. അപ്പോൾ എന്താവും? ഇത് 100 ഇതിൽ പെടുമോ? ഇതിൽ പെടില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ഏതാണ് ചോദിച്ചിട്ടുള്ളത്? 1000 ഇതിൽ പെടുമോ അല്ലേ? അപ്പോൾ 1000 നമുക്ക് ഇങ്ങനെ എഴുതാം. ചെക്ക് ചെയ്ത് നോക്കാം. 1000 നമ്മൾ നേരത്തെ ഹരിച്ചിട്ടതാണ്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 9 ഇൻറ്റു 1 99, ബാക്കി 1 10. അപ്പോൾ നമ്മൾ 0 കൂട്ടി കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് റിമൈൻഡർ 10 കിട്ടിയല്ലേ? അതായത് അപ്പോൾ ഇതിൽ ഉൾപ്പെടും. നമുക്കിതിന് 1000 എങ്ങനെ എഴുതാൻ നോക്കിയാൽ 11 ഇൻറ്റു 90 അല്ലേ? 90 പ്ലസ് റിമൈൻഡർ 10. അതായത് 11 90 നമുക്ക് n കൊടുക്കാം. 11n പ്ലസ് 10 അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ആൾജിബ്രിക് ഫോം. അതേ ഫോം തന്നെയല്ലേ ഇവിടെയും കിട്ടണം നമുക്കിത് അല്ലേ? അതായത് റിമൈൻഡർ നമുക്ക് 10 വന്നു. അപ്പോൾ 1000 ഏതിൽ ഉൾപ്പെടും? 1000 ഈ നമ്പറുകൾ 1000 ഉൾപ്പെടും, പക്ഷേ 100 ഉൾപ്പെടില്ല. അപ്പോൾ ഇത്രയും ചോദ്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ഈ മൾട്ടിപ്പിൾ ആൻഡ് റിമൈൻഡർ എന്ന ഭാഗം ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ആണ്, അഥവാ അക്കങ്ങളും സംഖ്യകളും അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.